ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഇൻ ഫോളോയിങ് ടേബിൾ. ഇതാണ് ക്വസ്റ്റ്യൻ. വളരെ ഡയറക്റ്റായുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഫോർമുല അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. പി ഓഫ് എ അറിയാം, പി ഓഫ് ബി അറിയാം, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അറിയാം, പി ഓഫ് എ യൂണിയൻ ബി ആണ് അറിയേണ്ടത്. നമുക്കറിയാം പി ഓഫ് എ യൂണിയൻ ബി കാണാനുള്ള ഫോർമുല അറിയാമോ? പി ഓഫ് എ യൂണിയൻ ബിയുടെ ഫോർമുല പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. നമ്മളിത് പഠിച്ച ഫോർമുലയല്ലേ? നേരെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ 1/3 എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. പി ഓഫ് ബി 1/5 എന്നാണ് തന്നിരിക്കുന്നത്. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 1/15 ആണ്. ഇത് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യാമല്ലോ. ഇത് രണ്ടും തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാം. 5 + 3 8/15 മൈനസ് 1/15. അപ്പോൾ 7/15 ശരിയല്ലേ? 7/15 ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി കഴിഞ്ഞിട്ടില്ല, ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ഇതിൻ്റെ കൂടെ, അതും കൂടി നമുക്ക് സോൾവ് ചെയ്യാം. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പി ഓഫ് ബി ആണ് വേണ്ടത്. തൽക്കാലം നമ്മൾ ഫോർമുല എഴുതി വെക്കാം. പി ഓഫ് എ യൂണിയൻ ബിയുടെ ഫോർമുല പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്നാണല്ലോ. പി ഓഫ് എ യൂണിയൻ ബി 0.6 ആണെന്ന് തന്നിട്ടുണ്ട്. പി ഓഫ് എ ക്വസ്റ്റ്യനിൽ 0.35 ആണെന്ന് തന്നിട്ടുണ്ട്. പി ഓഫ് ബി അറിയില്ല. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 0.25 ആണ്. 0.6 ഈക്വൽ ടു ഇവിടെ 0.35 മൈനസ് 0.25 കാണുന്നുണ്ടല്ലോ. 0.35 മൈനസ് 0.25 0.1 ആണ്. പ്ലസ് പി ഓഫ് ബി. അപ്പോൾ പി ഓഫ് ബി എന്താ വരുന്നത്? 0.6 മൈനസ് 0.1. 0.6 മൈനസ് 0.1 ചെയ്ത് കഴിഞ്ഞാൽ 0.5 ആണ്. 0.5 ആണ് ആൻസർ.